Hello friends, welcome to SAG, Senders Tuition Center Madathambadi, Free Education to All. Please subscribe to our YouTube channel for new updated videos and also visit senderstuition.blogspot.in. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് how to find number of moles from liter. എവിടെ നിന്നാണ് ലിറ്റർ വന്നത്? STP എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. എന്താ അതിന്റെ അർത്ഥം? STP means standard temperature and pressure. Standard temperature 273 Kelvin or 0 degree Celsius. This is known as standard and the temperature. Okay, temperature, standard temperature, and the pressure is 1 atm pressure. 1 atm pressure. Okay. അങ്ങനെ 273 കെൽവിൻ ചൂടിലും താപനിലയിലും ടെമ്പറേച്ചറിലും 1 atm പ്രഷറിൽ നമ്മൾ ഏത് ഗ്യാസ് എടുത്താണ്, സപ്പോസ് SO2 സൾഫർ ഡയോക്സൈഡ്, നമ്മൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ 273 കെൽവിൻ എടുത്തു, 1 അറ്റ്മോസ്ഫിയർ എടുത്തു, എന്നിട്ട് എത്ര ലിറ്റർ എടുത്തു? 22.4 ലിറ്റർ. അത്ര എടുത്താൽ അതിനകത്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും? 1 മോൾ ഉണ്ടാവും. എത്രയാണ്? 1 മോൾ. Clear? SO2 is a gas. Similarly, carbon dioxide at 22.4 liter, it contains 1 mole of particles. Any gas 22.4 liter. If you take any gas of volume 22.4 liter, it contains equal number of molecules. That number of molecules is taken as 1 mole for 22.4 liter gases. The condition is temperature 273 Kelvin and or degree Celsius lanengil 0 degree Celsius, pressure 1 atm. So ee karyam manasil ormana. Okay, so number of moles nammal engane liter ennu kandathananu ennu padikkan povunu. Okay, please watch previous videos from part 1 to 13 before watching this video. So 1 mole is equal to 22.4 liter of any gas. 22.4 liter. Okay, at STP. What do you mean by STP? Standard temperature and pressure. Standard temperature 273 Kelvin അല്ലെങ്കിൽ 0 degree Celsius. Okay, pressure 1 atm pressure. അപ്പോൾ ഒരു മോള് ഏതൊരു ഗ്യാസും, കാർബൺ ഡയോക്സൈഡ് ആയിക്കോട്ടെ, സൾഫർ ഡയോക്സൈഡ് ആയിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, ഹൈഡ്രജൻ ആയിക്കോട്ടെ, ഏതൊരു ഗ്യാസും നിങ്ങൾ 22.4 ലിറ്റർ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 1 മോൾ എന്തുണ്ടായിരിക്കും? പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 മോൾ ഈസ് ഈക്വൽ ടു എന്താണ്? അവഗാഡോ സംഖ്യ Na, അത്രയും പാർട്ടിക്കിൾസ്. ഓക്കെ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയാണ്. അതുപോലെ തന്നെ 1 മോൾ ഈസ് ഈക്വൽ ടു ഗ്രാം അറ്റോമിക് മാസ് and 1 mole is equal to gram molecular mass. Okay, similarly 1 mole is equal to 22.4 liter for any gas at STP. Clear? Okay, question nokam. First question, find the number of moles of molecules in 112 liter of oxygen at STP. ഓക്സിജൻ ഇവിടെ നമുക്ക് 112 ലിറ്റർ തന്നിട്ടുണ്ട്. അതിനകത്ത് എത്ര മോൾ ഉണ്ടെന്ന് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സോ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം കാണുക. കാരണം നമ്മളിത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള ട്രിക്ക് ഇതിന് മുന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വളരെ കുറച്ച് പ്രോബ്ലം ഇന്ന് ചെയ്യുള്ളൂ. നോക്കൂ, ലിസ്റ്റ് വാട്ട് യു നോ. നിങ്ങൾക്ക് അറിയാവുന്നത് 1 മോൾ ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു 22.4 ലിറ്റർ. അത്ര നിങ്ങൾക്കറിയാം. ഇനി നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? വാട്ട് യു ഹാവ്? നിങ്ങളുടെ കയ്യിൽ എത്ര ലിറ്റർ ഉണ്ട്? 112 ലിറ്റർ ഓക്സിജൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? എടുത്തെഴുതണം. 112 ലിറ്റർ ഓഫ് ഓക്സിജൻ, അത് നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതുക. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് എന്തിലേക്കാണ് മാറ്റേണ്ടത്? മോളിലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ മോള് മുകളിൽ വരണം, മോള് കൊണ്ട് ഗുണിക്കണം, ഡിവൈഡ് ബൈ, ഇത് വെട്ടിപ്പോണ്ടേ. അപ്പോൾ ലിറ്റർ ഓക്സിജൻ എന്താണ്? താഴെ വരണം. ക്ലിയർ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഒരു വരി ഇടുന്നു. മോൾ ഓഫ് ഓക്സിജൻ എത്ര മോളാണ്? 1 മോൾ.
ഡിവൈഡ് ബൈ ലിറ്റർ ഓഫ് ഓക്സിജൻ. എത്ര ലിറ്റർ ആണ്? 22.4 ലിറ്റർ. ഞാൻ വില ഇവിടെ കൊടുക്കുക. 1 മോൾ is equal to 1 mole is equal to 22.4 liter. So what happened here? ഈ ലിറ്റർ ഓക്സിജനും get cancel. അപ്പോൾ നമുക്ക് എന്ത് യൂണിറ്റിലേക്ക് കിട്ടും ഉത്തരം? മോൾ ഓഫ് ഓക്സിജനിലേക്ക് ഉത്തരം കിട്ടും. ഓക്കെ, സോ ലിറ്റർ ഓക്സിജൻ get cancel. അപ്പോൾ 112 ഈ 1 മോളും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 112 മോൾ ഓഫ് ഓക്സിജൻ. ഓക്കെ, ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്നത് 22.4 ഹരിക്കുമ്പോൾ the answer is 5 mole of oxygen molecules. Okay, clear? Next question. Find the number of moles of molecules in 2 to 4 liter of carbon dioxide gas at STP. List what do you know? You know that any gas 1 mole contain 22.4 liter. Clear? What you have? നമുക്ക് എന്താ തന്നേക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്നത് 224 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ അതെടുത്ത് എഴുതാം. അത് പിന്നെയും ഇവിടെ എടുത്ത് എഴുതാം. ഇൻറ്റു നമുക്ക് എന്തിലേക്ക് മാറ്റണം? മോളിലേക്ക് മാറ്റണം. അപ്പം മോള് മുകളിൽ. ഓക്കെ, എന്ത് ക്യാൻസൽ ചെയ്ത് വേണം? ലിറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ലിറ്റർ താഴെ. ഇനി എത്ര മോളാണ്? 1 മോൾ. കണ്ടോ? 1 മോൾ എത്ര ലിറ്റർ ആണ്? 22.4 ലിറ്റർ. കണ്ടോ? അപ്പോൾ താഴെ കൊടുക്കുക. ക്ലിയർ? ഇനി എന്ത് ചെയ്യണം? ഇനി ക്യാൻസൽ ചെയ്തല്ലേ ലിറ്ററും ക്യാൻസൽ ചെയ്യാം. ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡും ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡും ഗെറ്റ് ക്യാൻസൽ. ഇനി എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യുക. ഏതൊക്കെ തമ്മിൽ? 224 ഇൻറ്റു 1 മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസിക്കൽ ടു 2 to 4 മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡഡ് ബൈ ബാലൻസ്. താഴെ കിടക്കുന്നത് ആരാണ്? 22.4. ഓക്കെ, ക്ലിയർ? സോ ദ ആൻസർ ഈസ് ക്യാൻസൽ ചെയ്ത് കളയുക. വെട്ടിക്കളയുമ്പോൾ ആൻസർ ഇസ് 10 മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് molecules. Clear? Next question. Find the number of moles of molecules in 11.2 liter of sulfur dioxide gas at STP. നിങ്ങൾ മനസ്സിലാക്കണം, ഏത് ഗ്യാസ് ആണെങ്കിലും അത് 1 മോൾ is equal to 22.4 ലിറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ 1 മോൾ is equal to 22.4 ലിറ്റർ. വാട്ട് ഡു യു ഹാവ്? ചോദിച്ചങ്ങനെ എന്താണ്? നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് 11 ലിറ്റർ ആണ് അല്ലേ? സോ അതെടുത്ത് എഴുതുക. 11 ലിറ്റർ ഓഫ് സൾഫർ ഡൈ ഓക്സൈഡ്. ഇനി എന്ത് ചെയ്യണം? ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഇവിടെ എടുത്ത് എഴുതുക. ഓക്കെ, സോ 11.2 ലിറ്റർ ഓഫ് സൾഫർ ഡൈ ഓക്സൈഡ് ഇൻറ്റു എന്തിലേക്ക് മാറ്റണം? മോളിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ മുകളിൽ എഴുതി. എന്ത് ക്യാൻസൽ ചെയ്ത് പോകണം? ലിറ്റർ ക്യാൻസൽ ചെയ്ത് പോകണം. അപ്പോൾ ലിറ്റർ സൾഫർ ഡൈ ഓക്സൈഡ് താഴെ എഴുതി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? 1 മോൾ ഉണ്ടോ? ഇത് ഇങ്ങോട്ട് വന്നു. ഈ 22 ലിറ്റർ എന്താണ് ഇവിടെ എഴുതണം? കാരണം 1 മോൾ ഇസ് ഈക്വൽ ടു 22.4 ലിറ്റർ. ക്ലിയർ? വാട്ട് ഹാപ്പൻ? ഇവിടെ എന്തൊക്കെ വെട്ടിപ്പോവും? ലിറ്റർ സൾഫർ ഡൈ ഓക്സൈഡും ഗെറ്റ് ക്യാൻസൽ. ഓക്കെ, കണ്ടോ? ബാക്കിയുള്ളത് നമ്മൾ ഗുണിച്ചെഴുതുന്നു. അതിനുശേഷം എന്താണ്? 22.4 ലിറ്റർ താഴെ എഴുതുന്നു. ഇത് വെട്ടിഹരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 11.2വിനേക്കാളും വലുതാണ് 22.4. അപ്പോൾ 1/2 ആൻസർ കിട്ടും. 1നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ the answer is 1/2. Okay, actually it is 1/2. 1/2 is equal to 0.5. Okay, so the answer is 0.5 mole of sulfur dioxide molecules. ഇതേപോലെ നിങ്ങൾക്ക് തിരിച്ചും ചെയ്യാം. ഈ ലിറ്റർ തന്നിട്ട് മോളിലേക്ക് ആക്കാൻ മോള് തന്നിട്ട് ലിറ്ററിലൂടെ ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയ പ്രോബ്ലംസ് ആണ്. അതായത് ഒരു ഇക്വേഷനൊക്കെ തന്നിട്ട് കാണാൻ ചോദിക്കുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പരീക്ഷേനെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന വീഡിയോസിൽ പഠിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോസും കാണുക. ഓക്കെ, താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ ഫോർ ന്യൂ അപ്ഡേറ്റ്സ്. താങ്ക് യു വൺസ് അഗൈൻ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് ഇവിടെ ചുമന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഇവിടെ കമന്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ബ്ലോഗും ഫേസ്ബുക്കും ഗൂഗിൾ പ്ലസും ഇവിടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ ഫോളോ ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക.